ചാത്തൻ, കുട്ടിച്ചാത്തൻ, ഈ പേരുകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷെ എന്താണിതിന്റെ പിന്നിലെ യഥാർത്ഥ കഥ? അപ്പോ എന്താണ് ഇവർ തമ്മിലുള്ള ശരിക്കുള്ള വ്യത്യാസം? കേൾക്കുമ്പോൾ തോന്നുന്നത്ര സിമ്പിളല്ല കാര്യം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ചാത്തൻ എന്ന് പറഞ്ഞാൽ ഒരാളല്ല, അതൊരു ദൈവീക കുലത്തിന്റെ പേരാണ്. അപ്പോ കുട്ടിച്ചാത്തനോ? ഈ കുട്ടി എന്നത് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ചെറുത് എന്നർത്ഥത്തിലോ ചേർക്കുന്നതാണ്? യഥാർത്ഥ വ്യത്യാസം വരുന്നത് ചാത്തന്റെ പല രൂപങ്ങളിലാണ്. അതായത് സ്വരൂപങ്ങളിൽ പ്രധാനമായിട്ടും രണ്ടെണ്ണം. ഒന്ന് വിഷ്ണുമായ ചാത്തൻ, കാരുണ്യവാനായ സംരക്ഷകൻ. മറുവശത്ത് കരിങ്കുട്ടിച്ചാത്തൻ, ഉഗ്രരൂപിയായ ഒരു ശക്തി. ഇതിന്റെ ഒരു പ്രതിഫലനം നമുക്ക് തെയ്യത്തിൽ കാണാം. അവിടെ ചാത്തൻ ഒരു വിപ്ലവകാരിയായ വീരനാണ്. അപ്പോ കണ്ടില്ലേ, ചാത്തനൊരു ദ്വന്ദ്വ സ്വഭാവമുണ്ട്. ചിലപ്പോ ഒരു വികൃതി, ചിലപ്പോ ശക്തനായൊരു രക്ഷകൻ. അതായത് ദേവനാണോ അസുരനാണോ എന്നുള്ള ആ ഒരു ലൈൻ വളരെ നേർത്തതാണ്. അത് ഓരോരുത്തരുടെ വിശ്വാസം പോലെയിരിക്കും. അപ്പോ ശരിക്കും ആരാണിത്? ഭയക്കേണ്ട ഒരു രൂപമോ അതോ ആരാധിക്കേണ്ട ഒരു ശക്തിയോ?